എന്തോ കേട്ടില്ല. ഒരു മലര ഇവിടെ ഇല്ല. ബോറടിച്ച് പണ്ടാരടങ്ങിയ ഒരു ദിവസം എങ്ങനെ തല നീക്കാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് അമ്മയുടെ സ്കൂളിലേക്കാണ് വന്നത്. എന്തിനാന്നല്ലേ ഇവിടെ എന്തൊരു പരിപാടി നടക്കുന്നത്. നമ്മളാണ് ഇതിന്റെ ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അല്ല ഗൈസ്, ഇവിടെ നിന്ന് എന്നാരും മൈൻഡ് ചെയ്യാത്തോണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി കമ്പനിയായി ഗൈസ്. ചെക്കന്മാരെ ടഫ് സ്റ്റെപ്സ് കണ്ട് ഞാൻ തന്നെ വിജൃംഭിച്ചു. ഈ കാണുന്ന കലാരൂപത്തിന്റെ പേരറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. പരിപാടികളൊക്കെ അതിന്റെ വഴിക്ക് നടന്നു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ പോസ്റ്റ് ആയി ഗൈസ്. വെറുതെ നിന്ന് ബോറടിച്ചപ്പോൾ ഈ ഒരു സാധനത്തിന് അങ്ങ് വിലക്ക് വാങ്ങിയല്ലോ തോന്നി. അങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു മുന്നേ കിട്ടിയത്. അവിടുന്ന് ഒരു ഷേക്ക് ഒകത്താക്കിയിട്ട് ബോർഡ് മാറ്റാൻ വേണ്ടി നമ്മൾ വന്നത് ആരും ഇതുവരെ സന്ദർശിക്കാത്തൊരു റയർ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. പ്ലേസ് ഏതെന്ന് മനസ്സിലാവാത്ത ഒരു DM ഒന്നും ചോദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ അവിടുത്തെ മാപ്പ് നോക്കി എങ്ങോട്ട് പോകണമെന്നുള്ള പ്ലാനിംഗ് ആണ് ഗൈസ് നടന്നത്. ഇവിടെ വന്നിട്ട് ആർക്കെന്നെ വഴിതെറ്റി പോകണമെങ്കിൽ അവർ എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഇവ മൃഗങ്ങളെ കാണാന്ന് പറഞ്ഞു വന്നിട്ട് വേറെ ആരെ കണ്ടിട്ട് പുറകെ നിന്ന് പോകുന്നതാണ് ഞാൻ കണ്ടത്. ഇത് കണ്ടിട്ട് ചെക്കിനും എന്നെ പോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഈ മുന്നയാണെങ്കിൽ എന്നെയും പോസ്റ്റ് ആക്കിയിട്ട് വേറെ പരിപാടി. കാട്ടിലെ രാജാവ് ടയർഡായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ഇനി കണ്ടില്ലെന്ന് ആരും പറയരുത് ഗൈസ്. ഇതിൽ 4 പോത്ത് അകത്തുണ്ട്, ഒരെണ്ണം എൻ്റെ കൂടെ പുറത്തുണ്ട്. പിന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഓരോ ചായ അകത്താക്കി. ഇവിടെ ഇത്രയും ചിത്രശലഭം ഉണ്ടെന്നാണ് പറയണേ. പക്ഷെ ഒറ്റൊന്നിനെ പോലും ഞാൻ കണ്ടില്ല. മലരില്ല. എന്തോ കേട്ടില്ല. മലര ഇവിടെ ഇല്ല. അവിടെ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ചാർജ് ആവാൻ വേണ്ടി ഈ ഒരു സാധനം നമ്മൾ അകത്താക്കി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.